അദ്ദേഹം യാതൊരു തര ഭരണത്തിലും പങ്കാളിയായിട്ടില്ല, ജനപ്രതിനിധിയായിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഫോർവേഡ് ബ്ലോക്കിന് MLA മാരും MP മാരും ഒക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പാർട്ടിയുടെ അവസ്ഥ അതല്ല. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടും MP ആയിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് KV തോമസിനെ ഡൽഹിയുടെ പ്രതിനിധിയായിട്ട് വെച്ചിട്ടുള്ളത്. ഒരു സംഘടനാ തലത്തിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിലൊന്നും നമുക്ക് എതിരഭിപ്രായമില്ല. പക്ഷേ ഒരു ഔദ്യോഗിക പദവിയിലേക്ക് ഒരാളെ ഇരുത്തുന്ന സമയത്ത് നമ്മുടെ ഒക്കെ നികുതിപ്പണമാണത്. ഈ കൊടുക്കുന്ന പൈസയൊക്കെ നമ്മുടെ നികുതിപ്പണമാണ്. അപ്പം നമ്മുടെ നികുതിപ്പണം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരാളെ വേണം ഇരുത്താനായിട്ട്. നമസ്കാരം. മുന്നണിയിലെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിസ്ഥാനം ലഭിക്കാത്തവരായ ഘടകകക്ഷിയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് ക്യാബിനറ്റ് റാങ്കുള്ള പദവി കൊടുക്കുന്നതിനെ പറ്റിയാണല്ലോ ഇപ്പം UDF-ലെ പ്രധാന ചർച്ചകളിലൊന്ന്. അതിൽ PJ ജോസഫ് വരുന്നുണ്ട്, മാണി സി കാപ്പൻ വരുന്നുണ്ട്. ഇവർക്കൊപ്പം പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേരാണ് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് G ദേവരാജൻ്റേത്. ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിയോഗിക്കാനാണ് അദ്ദേഹത്തെ പറ്റി പരിഗണിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇടതുഭരണകാലത്ത് KV തോമസ് ഇരുന്നിരുന്നൊരു പദവി അല്ലെങ്കിൽ ഒരു സീറ്റ്, അന്ന് KV തോമസിനെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വളരെ വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. ഇത് അധിക ചിലവാണ്, കേരളത്തിന് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, താങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വിവാദം ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ഇപ്പോൾ സമാനമായൊരു പദവി മറ്റൊരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും അന്നുണ്ടായിരുന്ന അതേ ചിലവ് തന്നെ ദേവരാജനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ തന്നെ അതേ ഒരു ചിലവ് അവിടെ വരും. അതൊരു വിഷയം. അതിനൊപ്പം തന്നെ ഈ KV തോമസിന് പറ്റിയ ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെൻ്റ് ആവുമോ ഈ G ദേവരാജൻ എന്നുള്ളതാണ് മറ്റൊരു സംശയം. G ദേവരാജൻ എന്ന് പറയുന്ന ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ സെക്രട്ടറി, ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഭയങ്കര പവർഫുൾ ലീഡറായിരുന്നു. പവർഫുൾ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നാം UPA കാലഘട്ടത്തിലും അതിനു മുമ്പ് നമ്മുടെ IK ഗുജ്റാളും HD ദേവഗൗഡയും ഒക്കെ ഇന്ത്യയുടെ ചന്ദ്രശേഖരൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ചന്ദ്രശേഖരൻ്റെ കാലഘട്ടത്തിലല്ല, ഇതിന് ശേഷമൊക്കെ അദ്ദേഹം വളരെ പവർഫുള്ളായിരുന്നു. ഒന്നാം UPA മന്ത്രിസഭയുടെ കാലഘട്ടത്തിലൊക്കെ ഇദ്ദേഹം വളരെ പവർഫുള്ളായിരുന്നു. കാരണം അന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഫോർവേഡ് ബ്ലോക്കിന് MLA-മാരും MP-മാരും ഒക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പാർട്ടിയുടെ അവസ്ഥ അതല്ല. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം G ദേവരാജൻ എന്ന വ്യക്തിയോട് നമുക്ക് ഒരു ബഹുമാനമുണ്ട്. അദ്ദേഹം നല്ലൊരു സഖാവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞൊരു പോസ്റ്റിന് ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയാവാൻ വേണ്ടിയിട്ട് G ദേവരാജൻ യോഗ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന് വരെ ഒരു തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷനും നടത്തിയിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം യാതൊരു തര ഭരണത്തിലും പങ്കാളിയായിട്ടില്ല, ജനപ്രതിനിധിയായിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തോട് 2021 തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ദേശീയ തലത്തിൽ ഇടത് ഐക്യം തകരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മത്സരത്തിൽ നിന്ന് പിന്മാറാതെ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് മാറുന്നയാളാണ് G ദേവരാജൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ UDF-ൻ്റെ യോഗത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്നാണ് G ദേവരാജനെ ഡൽഹിയിലുള്ള കേരളത്തിൻ്റെ പ്രതിനിധിയാക്കണം എന്നുള്ളത്. എന്തിനാണ് കേരളം ഡൽഹിയിലേക്ക് ഒരു പ്രതിനിധി അയക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ KV തോമസ് മാഷിനെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ, അതായത് പിണറായി വിജയൻ്റെ സർക്കാർ അദ്ദേഹത്തെ ഡൽഹിയുടെ പ്രതിനിധിയായിട്ട് ഇരുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടും MP ആയിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് KV തോമസിനെ ഡൽഹിയുടെ പ്രതിനിധിയായിട്ട് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സർക്കാരിന് വേണമെങ്കിലും അദ്ദേഹത്തെ തന്നെ ഓപ്റ്റ് ചെയ്യാം. പലരും പറയുമായിരിക്കുകയല്ല, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടിരുന്ന ആളാണ്, അദ്ദേഹത്തെ ഇനി കോൺഗ്രസിൻ്റെ 7 അയൽപക്കത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം DCCയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടം മുതൽ എനിക്ക് KV തോമസ് മാഷിനെ പരിചയമുള്ളതാണ്. ആ KV തോമസ് മാഷ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അതൊരിക്കലും മറന്നു പോകരുത്. ഇതിനു മുമ്പ് ശ്രീ K മുരളീധരൻ പാർട്ടി വിട്ടുപോയിട്ടില്ലേ? അതിനുശേഷമല്ല അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, ശ്രീ AK ആൻ്റണി പാർട്ടി വിട്ടുപോയിട്ടില്ലേ?
അതിനുശേഷമല്ല അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ലേക്ക് കെ വി തോമസ് മാഷിന് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ ഡൽഹിയുടെ പ്രതിനിധിയാകുന്നതിനോ ഒന്നും വലിയ തടസ്സങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിനെ സംബന്ധിച്ചിട്ട് കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പിമാരെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഡൽഹിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേപ്പറുകൾ നീക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് കെ വി തോമസിൻ്റെ കൃത്യമായൊരു ഇടപെടലാണ് വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് സഹായകരമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്ന കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന, അതായത് ഒരു നയതന്ത്രജ്ഞനും കൂടി ആയിരിക്കണം അത്. ഒരിക്കലും ജി ദേവരാജന് കെ വി തോമസിൻ്റെ ആ ഒരു പൊസിഷനിൽ ഇരിക്കാനോ കെ വി തോമസ് ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കോൺഗ്രസിന് ജി ദേവരാജൻ്റെ മേലുള്ള ഒരു കോൺഫിഡൻസ് എന്താണ് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല വി ഡി സതീശനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന സമയത്ത് കപ്പാസിറ്റി ഇല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സംഘടനാ പ്രവർത്തകനാണ്. ഒരു സംഘടനാ തലത്തിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിലൊന്നും നമുക്ക് എതിരഭിപ്രായമില്ല. പക്ഷേ ഒരു ഔദ്യോഗിക പദവിയിലേക്ക് ഒരാളെ ഇരുത്തുന്ന സമയത്ത് നമ്മുടെ ഒക്കെ നികുതിപ്പണമാണത്. ഈ കൊടുക്കുന്ന പൈസയൊക്കെ നമ്മുടെ നികുതിപ്പണമാണ്. അപ്പം നമ്മുടെ നികുതിപ്പണം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരാളെ വേണം ഇരുത്താനായിട്ട്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ എത്രയോ നേതാക്കന്മാരുണ്ടെന്നേ. കോൺഗ്രസിനകത്ത് തന്നെ ഡൽഹിയിൽ നല്ല ബന്ധങ്ങളുള്ള എത്രയോ നേതാക്കന്മാരുണ്ട്. കാരണം സൗഹൃദം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയാണ് വെക്കേണ്ടത്. അല്ലെങ്കിൽ എത്രയോ യുവജന നേതാക്കന്മാരുണ്ട്, അവരെ വെക്കട്ടെ. കാരണം ഇതൊന്നും അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ജി ദേവരാജന് മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ക്യാബിനറ്റ് പദവി കൊടുത്തോട്ടെ, അതിനകത്തൊന്നും നമ്മളാരും എതിർക്കാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഘടകകക്ഷികളിലെ നേതാക്കന്മാരെ എങ്ങനെയെങ്കിലൊക്കെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളൊരു പോളിസിയുടെ ഭാഗം. പക്ഷെ വെറുതെ അങ്ങനെ ഒരു പോസ്റ്റിൽ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇപ്പം ജി ദേവരാജന് ഇപ്പോൾ ഡൽഹിയിൽ കേരളത്തിന് പ്രതിനിധിയായി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്റ്റാഫിനൊക്കെ ഇരുത്താൻ വേണ്ടി പറ്റും. പക്ഷെ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് UDF നേതാക്കന്മാർ ആലോചിക്കുന്ന സമയത്ത് ജി ദേവരാജൻ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തീരുമാനം UDFൻ്റെയാണ്. നമുക്കിത് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന് കാലിബർ ഉള്ള ഒരു വ്യക്തിയാണ് അവിടെ നിയമിക്കേണ്ടത്. മറിച്ച് ഇതുപോലുള്ളൊരു നിയമനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതൊരിക്കലും കേരളത്തിന് ഗുണകരമാകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഞാൻ പറയാം, മാണി സി കാപ്പൻ എന്തുകൊണ്ടും ഈ മന്ത്രിസഭയിൽ അംഗമാകാൻ യോഗ്യനായിരുന്നതേ. എന്താണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാതിരുന്നത്? ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലൂടെയും ഒരു കലാജാഥയുമായിട്ട് ഈ സിനിമാ നടന്മാരെയൊക്കെ വെച്ചുകൊണ്ടൊരു കലാജാഥയുമായിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അത് കഴിഞ്ഞതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചേലക്കരയിലും പാലക്കാടും അതോടൊപ്പം തന്നെ വയനാട്ടിലും ആണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇദ്ദേഹം ഈ കലാജാഥയുമായിട്ട് ഈ പറഞ്ഞ സ്ഥലത്തൂടെ ഒക്കെ പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി വലിയൊരു പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു UDFൻ്റെ ഭാഗമായിട്ട് UDFന് സഹായകമാകുന്ന രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ മാണി സി കാപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ മാണി സി കാപ്പനെ സംബന്ധിച്ചിട്ട് ഈ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കേണ്ടതായിരുന്നു. ആ മന്ത്രിയാക്കാതിരുന്നത് അദ്ദേഹത്തോട് UDF കാണിച്ചിട്ടുള്ളൊരു നീതികേടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർക്കയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ടതാണ്. അതുകൂടാതെ തന്നെ പി ജെ ജോസഫ് സാറിന് ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ വയോജന കമ്മീഷനോ അങ്ങനെ എന്തിൻ്റെയൊക്കെ ഒരു പുതുതായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനാക്കണമെന്നൊക്കെയുള്ളതാണ് ഒരു നിർദ്ദേശമുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹതപ്പെട്ട തന്നെയാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് അദ്ദേഹം UDFന് നൽകിയിട്ടുള്ള സംഭാവനകളെ പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം ഈ കഴിഞ്ഞ പ്രാവശ്യം തൊടുപുഴയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ പ്രാവശ്യം മന്ത്രിയായിട്ടിരിക്കേണ്ടതാണ്. മറ്റൊരു ചോദ്യം കൂടി ആ സമയത്ത് ഉയർന്നു വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം തൊടുപുഴയിൽ മത്സരിക്കാതെ മാറി നിന്നത്? ഒരു ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ട് അദ്ദേഹം ഒരു സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് സാധാരണക്കാരനായിട്ടുള്ള പൊതുജനം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും, പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കാതെ തൊടുപുഴയിൽ നിന്ന് മത്സരിക്കാതെ മാറി നിന്നത്? അത് മകനെ വേണം അവിടെ മത്സരിപ്പിച്ചത്, മറ്റൊരു പാർട്ടിക്കാരനല്ല മത്സരിപ്പിച്ചത്, മകനെയാണ് മത്സരിപ്പിച്ചത്. മകനിപ്പോൾ ഒരു ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 2 ക്യാബിനറ്റ് പദവികൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പുറത്ത് തോമസ് ഉണ്ണിയാടൻ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവ്, അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിക്ക് അർഹനാണ്. അദ്ദേഹം മന്ത്രിയായില്ലെങ്കിലും ചീഫ് വിപ്പെങ്കിലും ആകേണ്ടതായിരുന്നു അദ്ദേഹത്തിന് ആ പദവി കിട്ടാതെ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരികയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ താൻ വിരമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കാതെ മാറി നിന്ന് പി ജെ ജോസഫ് സാറിന് ഇതുപോലൊരു സ്ഥാനം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ പൊതുജനം കഴുതിയല്ലോ.
പൊതുജനം കഴുതിയല്ലോ, സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എങ്കിലും ഒരു കാര്യം നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്, കുറേ കാലത്തിന് ശേഷമാണ് UDF യോഗം കഴിഞ്ഞ ദിവസം കൂടിയത്. ഈ വ്യാഴാഴ്ചയാണ് UDF യോഗം കൂടിയത്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പട്ടിപ്പണി എടുക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് എന്താണ്, ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ ആകണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ മെമ്പർ ആകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഈ ബോർഡ് കോർപ്പറേഷനുകളിലൊക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ബോർഡിൻ്റെ മെമ്പർ ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്തോഷം പകരുന്നൊരു UDF മീറ്റിംഗാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് വലിയ പ്രതീക്ഷ കൂടിയാണ്. കാരണം ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 വർഷത്തിന് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ഒരു UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് അർഹതപ്പെട്ട ബോർഡും കോർപ്പറേഷനുമൊക്കെ കിട്ടാതെ അവർക്ക് ഇപ്പോഴും ആശങ്കയിൽ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അത് നിസ്സാരമല്ലത്. കാരണം 10 വർഷമായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇപ്പോൾ കിട്ടും എന്ന് ചോദിച്ച്. പക്ഷേ അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു പൊട്ടിത്തെറി കൂടി കോൺഗ്രസ് നേതാക്കന്മാർ മറന്നു പോകരുത്. ഇതൊക്കെ അക്കോമഡേറ്റ് ചെയ്യുമായിരിക്കാം. കാരണം പുതിയ KPCC പ്രസിഡന്റ് വരേണ്ടതുണ്ട്, പുതിയ DCC പ്രസിഡന്റുമാർ വരേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ ഭാരവാഹികൾ വരേണ്ടതുണ്ട്, പല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും പുനഃസംഘടനകൾ വരാൻ വേണ്ടി കിടക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി കോൺഗ്രസിനത് സംഭവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ UDF യോഗം ഇതിനെല്ലാമുള്ള ഒരു തുടക്കമാണ് എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. കോൺഗ്രസ് ആണ്, UDF ആണ്. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. നമ്മളിപ്പോൾ എടുത്തിരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹിയിൽ കേരളത്തിൻ്റെ ഒരു പ്രതിനിധി അയക്കുന്നുണ്ടെങ്കിൽ അത് കാലിബറുള്ള ഒരാളായിരിക്കണം. കേന്ദ്ര സർക്കാരുമായിട്ട് പ്രത്യേകിച്ച് PM ശ്രീ പോലെയുള്ള ഒരുപാട് തർക്ക വിഷയങ്ങൾ ഇനി വരാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന തർക്ക വിഷയങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് കാലിബറുള്ള ഒരാളെയാണ് പറഞ്ഞയക്കേണ്ടത്. മറിച്ച് G. ദേവരാജൻ മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ അല്ല ഡൽഹി പ്രതിനിധിയായിട്ട് അയക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡൽഹിയിലൊക്കെ പോയിട്ട് വെറുതെ ഒരു ഓഫീസൊക്കെ ഇട്ട് കുറേ സ്റ്റാഫ് മേഖല വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഹീസ് ഓക്കെ. അതർവൈസ് നല്ല ഒരാളെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.